സോ ഇന്ന് നമ്മൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് കൊണ്ട് വൈകയുടെ വക എന്തോ ഒരു റെസിപ്പിയാണ്. നമുക്കത് നോക്കാം എന്തൊക്കെയാണെന്ന്. സോ നമ്മൾ ക്ലാസിക് സ്വീറ്റ് വൈറ്റ് ബ്രെഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ അമൂലിൻ്റെ ബട്ടർ എടുക്കുന്നുണ്ട്, പിന്നെ ചീസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെന്താ, മുട്ട, പിന്നെ ഈ കിസാൻ്റെ സോസ്, സ്വീറ്റ് ആൻഡ് സ്പൈസി സോസാണ്. ഇത് ഇത്രയും മതിയാ? ഇതാണ് ഇൻഗ്രീഡിയൻസ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്താ? ഓണിയനും എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഉള്ളി എടുത്തിട്ടുണ്ട്. 2 ഉള്ളി മതി. തക്കാളി വേണോ? തക്കാളി വേണ്ട. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഗൈസ്. നല്ല വൈകാം ഉള്ളി പൊളിക്കുന്നത്. നീ ഇത് എങ്ങനെ പൊളിച്ചെടുക്കാനാ? കത്തി യൂസ് ചെയ്യണം. ഞാൻ പൊളിച്ചു തരാം. നമ്മളിതാ ഇതുപോലെ ബട്ടറൊക്കെ തേച്ചിട്ട് നമ്മൾ ഈ ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്യണം. ഞങ്ങളിപ്പോൾ ഒരു ചെറിയ ക്യൂബ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം പാനിലേക്ക് തേച്ച് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അതിൻ്റെ ഉള്ളിയൊക്കെ നമ്മൾ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്തോ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണോ? പിന്നെ എഗ്ഗോ? അത് ബുൾസൈ പോലാണോ അതോ ജസ്റ്റ് സ്ക്രാമ്പിൾഡ് എഗ്സ് ആണോ? ബുൾസൈയാ? ടോസ്റ്റ് ചെയ്തെടുത്തോണ്ടിരിക്കണം. മീൻവൈൽ നമ്മൾ ഈ ഉള്ളിക്കകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീര പൗഡർ, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാണ് ഇവള് പറഞ്ഞിരിക്കുന്നത്. അറിയില്ല, നമുക്ക് നോക്കാം. ഇത് ഇവളുടെ റെസിപ്പിയാണ്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. നമ്മളിടാൻ പോകുന്നത് ഉള്ളിയാണ്. ഉള്ളി ഇതിനകത്തിട്ടൊന്ന് മൂപ്പിക്കണം. കുറച്ച് കുറച്ചാ? ചെറിയ ഇതെന്തടി ഇങ്ങനെയൊക്കെ മൂപ്പിച്ചിട്ടാണോ ചെയ്യുന്നത്? ഓക്കെ, അവിടെ ചെയ്യുന്നത് ഇത് ഉള്ളി നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. നമ്മളങ്ങനെ ഉള്ളി ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതെന്ത് ഒരു ബ്രൗണിഷ് കളർ ആവുന്നവരെ അത് ചെയ്യണം. നമുക്ക് നോക്കാം വൈകേൻ്റെ എന്ത് റെസിപ്പിയാണ്. ഞാനിത് ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഇറ്റ്സ് എ ന്യൂ റെസിപ്പി. ഓക്കെ, ഇറ്റ്സ് ആൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റി മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട എടുത്തിട്ട് ഓംലേറ്റ് ഉണ്ടാക്കുക. ഈ പാനിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും പിന്നെ ഉള്ളി ഇത് ചെയ്തതും ഒക്കെ. ഓക്കെ, അപ്പോൾ എഗ്ഗ് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനകത്ത് ഞാൻ ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 4 ഓംലേറ്റ് പോലെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയ ബ്രെഡിനകത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓംലെറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ രണ്ടാമത്തെ എഗ്ഗും അതേപോലെ വി ഹാവ് ടു ഡു ഇറ്റ്. ഞാനൊരു 4 ബ്രെഡ് ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മൾ മൂന്നാമത്തെ ഓംലെറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമ്മളിതൊന്ന് മറിച്ചിടാക്കണം. ഇങ്ങനെ ചെറിയ പാറ്റിയൊക്കെ നമ്മൾ വെക്കില്ലേ, അതേപോലെ ഒരു പാറ്റിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ 4th വൺ വെച്ച്. സോ ഇതും മറിച്ചിടാം. ഫൈനൽ പാറ്റി. ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മുട്ട നമ്മളിതാ അതാണ് പാറ്റിയായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഉള്ളി നമ്മൾ കുറച്ചൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്, ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ബ്രെഡ് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചീസ് അതിനകത്ത് ആഡ് ചെയ്യാൻ പോവാണ്. പിന്നെ ഈ ഒറിഗാനോ ഞാൻ അപ്പോൾ കാണിക്കാൻ പറഞ്ഞു. നമ്മൾ ഒറിഗാനോ ലാസ്റ്റ് ഇതിനകത്ത് സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കും. പാനിലേക്ക് വീണ്ടും ആ ടോസ്റ്റ് ചെയ്ത ബ്രെഡും ദെൻ നെക്സ്റ്റ് എന്ത് ലെയറാണ് ഈ ചീസ് നമ്മൾ ആഡ് ചെയ്യാണ്. സ്ലൈസ് ചീസ് അതിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ ഓണിയൻസാ ഒന്ന് മെൽറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ഇതൊന്ന് ആ ചൂട് കാരണം അതിലേക്ക് ഇതാവും. സോ നമ്മുടെ ചീസൊക്കെ ഇതായി കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഈ ഓണിയനാണ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് നമ്മൾ വി ആർ ഗോണ പുട്ട് ദിസ് പാറ്റി ഓവർ ഇറ്റ് ആൻഡ് ദെൻ കുറച്ച് നിനക്കില്ല, ഇത് ഞങ്ങൾക്കാണ്. ഈ സോസ് ഒന്ന് ആഡ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഈ ഒറിഗാനോ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, then again a layer of onions and then we are gonna put this bread. ഇത് ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടു കാണല്ലോ എന്തൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതെന്ന്. സോ നമുക്ക് ഇതൊന്ന് അപ്സൈഡ് ഡൗൺ ഇടാവുന്നതാണ്. സോ ഒന്നും കൂടെ ആ ചീസ് ഒന്ന് മെൽറ്റ് ആവട്ടെ. സോ അവർ സാൻഡ്വിച്ച് ഇസ് റെഡി ഗൈസ്. സോ നമ്മുടെ സാൻഡ്വിച്ച് ഇസ് റെഡി. സോ
ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അച്ചുവിൻ്റെ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പറയാം. അശ്വിൻ ടേസ്റ്റ് ചെയ്ത് നോക്കൂ നമ്മുടെ സാൻഡ്വിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്ക്. അവനും കൊടുക്ക്, ടേസ്റ്റ് ചെയ്യാൻ നോക്കുമല്ലേ. കുഞ്ഞുട്ടനാണ് ശരിക്കും ടേസ്റ്റ് ചെയ്തത്. അവനാണെങ്കിൽ ആ സോസ് ഇഷ്ടമല്ല, ഭയങ്കര സ്പൈസിയാണ്. ഓ ചീസൊക്കെ വലിഞ്ഞു വരുന്നുണ്ട്. എങ്ങനെയുണ്ടാ വൈഗ? സൂപ്പർ. വൈഗയുടെ റെസിപ്പിയാണിത്, ജീവിതത്തിൽ ആരും കാണാത്ത റെസിപ്പി. അപ്പോൾ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. അപ്പോൾ വീണ്ടും കുഞ്ഞിനൊന്ന് കൊടുത്തേ നോക്കട്ടെ. കുഞ്ഞ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഓ ടേസ്റ്റ് ഉണ്ട്, യമ്മി. ഓക്കെ, അപ്പോൾ ഗൈസ് നിങ്ങളും വീട്ടിലത് ട്രൈ ചെയ്ത് നോക്കൂ. ഇറ്റ് ഇസ് യമ്മി. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.